റോമിലെ ജെമലി ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പങ്കുവച്ച വത്തിക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ട്. എന്നാൽ മറ്റു ഗുരുതര ശ്വാസകോശ പ്രശ്നങ്ങളില്ല. അദ്ദേഹം ചികിത്സയോടെ പ്രതികരിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വെന്റിലേറ്ററിൽ തുടരും. തിങ്കളാഴ്ച വൈകിട്ട് കഫക്കെട്ട് മൂലം 2 തവണ ഗുരുതര ശ്വാസതടസ്സം അനുഭവപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണ് പാപ്പയുടെ നില അല്പം മെച്ചപ്പെട്ടത്. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയെന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. രക്തപരിശോധനാ ഫലത്തിൽ പുതിയ അണുബാധയുടെ സൂചനയില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. സങ്കീർണമായ ആരോഗ്യനിലയായതുകൊണ്ട് ഇനിയും ശ്വാസതടസ്സമുണ്ടാകുവാനുള്ള സാധ്യത ഡോക്ടർമാർ തള്ളിക്കളഞ്ഞിട്ടില്ല. ഫെബ്രുവരി 14 മുതൽ റോമിലെ ജെമലി ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർപ്പാപ്പ. ആശുപത്രിവാസം ഇന്ന് 20 ദിവസം പൂർത്തിയാകും. 2013 മാർച്ചിൽ മാർപ്പാപ്പയായതിനു ശേഷം ഇതാദ്യമായാണ് ദീർഘകാലം പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്.